ഹലോ ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഞാൻ എണ്ണീറ്റ് ഉറക്കപ്പിച്ചിൽ ഈ വീഡിയോയും കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. അപ്പം ഞാൻ രാവിലെ എനിക്ക് രാവിലെ എണ്ണീറ്റ് കാപ്പി മസ്റ്റാണ്. അപ്പോൾ പോയി വായൊക്കെ കഴുകി വന്നിട്ട് ഞാൻ കാപ്പി കുടിക്കായിരുന്നു. പല്ല് തേച്ചില്ല എന്നുള്ള ചോദ്യം വേണ്ട, ബെഡ് കോഫി കുടിക്കാൻ പല്ല് തേക്കണം നിയമമൊന്നുമില്ല അല്ലേ. പിന്നെ ഞാൻ പോയി കുളിച്ചിറങ്ങി വന്നു, ഡ്രസ്സൊക്കെ മാറിയിട്ടാണ്. കാരണം പോകണമല്ലോ നമുക്ക്. ഞാൻ പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ റെഡിയായി. എങ്ങനെ മുടി ചീവണം എന്നുള്ള കൺഫ്യൂഷനാണ്. ഞാൻ മുടിയൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഷോ ആണ് ഈ കാണുന്നത്. പിന്നെ മുടി അങ്ങനെ ചീവണോ അതോ ഇങ്ങനെ കെട്ടണോ എന്നൊക്കെയുള്ള ഒരു ട്രൈ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ മുടി ഇങ്ങനെ തന്നെ അയച്ചിട്ടു. ഇത് മതിയെന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. എനിക്കങ്ങ് പോയാൽ മതി എന്നാണ്, കാരണം അത്രയ്ക്ക് എക്സൈറ്റഡാണ് ഞാൻ. അപ്പോഴത്തെ ഇറങ്ങിയപ്പോഴത്തേക്ക് ആദ്യം തന്നെ ഒരാൾ സീറ്റൊക്കെ പിടിച്ച് കയറി ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചേട്ടൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഇപ്പോൾ അവൻ ഒരുപാട് ഓക്കെ ആയി. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോകുമായിരുന്നു. ഇതാണ് എൻ്റെ ചേട്ടൻ. അവൻ ഒരുപാട് ഓക്കെ ആയി വരുന്നു. എല്ലാവരും ഒരുപാട് പ്രാർത്ഥിച്ചു, അതിനൊക്കെ ഒരുപാട് നന്ദി. ഒരുപാട് ബെറ്ററായി, ഇനിയും ബെറ്റർ ആവാനുണ്ട്, റെഡിയാവും. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി സസ്പെൻസില്ല, റിവീൽ ചെയ്യുക നമ്മളെവിടെ വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ വീട്. അപ്പം എൻ്റെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായി. വീടിൻ്റെ പെയിൻ്റ് അടി നടന്നുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ചേട്ടന് ആക്സിഡൻ്റൊക്കെ ആയത്. അപ്പോൾ വേഗം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് മേലോട്ടൊക്കെ പണിയണമെന്നാണ്, പക്ഷേ പറ്റിയില്ല. അപ്പോൾ നമ്മൾ താഴത്തെ പണി കൊണ്ട് നിർത്തി. അങ്ങനെ ചെറുതെങ്കിലും നമ്മുടെ സ്വന്തം വീടെന്ന് പറയുന്നത് നമുക്ക് വലിയൊരു സ്വപ്നമല്ലേ. അപ്പോൾ അതാണ് ഇന്നിവിടെ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. അത് തന്നെയല്ലേ കറക്റ്റ് വീട്, ആ സംഭവം. എൻ്റെ 9ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനിന്ന് എൻ്റെ സ്വന്തം വീട്ടിൽ താമസിക്കാൻ പോകുന്നത് ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം പലപ്പോഴും പല ഫോമൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് എനിക്ക് ടെൻഷനാണ്, ഏത് അഡ്രസ്സ് കൊടുക്കണം. ആ ഒരു വിഷമം ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. എന്തായാലും ഇന്ന് അതിനെല്ലാം ഒരു തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ താമസിച്ച് ഇനി എനിക്ക് ധൈര്യമായിട്ട് അഡ്രസ്സ് എഴുതാമല്ലേ. അപ്പം ഞാനതുകൊണ്ട് വളരെ ഹാപ്പിയാണ് ഇന്ന്. എന്ത് ചെയ്യാനാ, ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ എന്നെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. ഇതൊക്കെ എൻ്റെ പപ്പേൻ്റെ ബന്ധുക്കളാണ്. ഇത് എൻ്റെ പപ്പേൻ്റെ പെങ്ങന്മാർ, എൻ്റെ പപ്പേൻ്റെ ചേട്ടനൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ അച്ഛന്മാർ വന്നു. ഇതിലൊരച്ഛൻ ഞങ്ങളുടെ തന്നെ ബന്ധുവാണ്. പിന്നെ ഞങ്ങളുടെ വികാരി അച്ഛൻ, അങ്ങനെയൊക്കെ എല്ലാവരും എത്തി തുടങ്ങി. പിന്നെ നമ്മൾ പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അന്ന് ചോറ് വെക്കാനുള്ള അരി വീട്ടിലുള്ളവരിടണം നോക്കി എന്തൊക്കെയോ ആചാരം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അരിയൊക്കെ ഇട്ട്, ഇതാണ് ഞങ്ങളുടെ കൊച്ചുവള ആൻറ്റി, ഞങ്ങളുടെ എല്ലാമായി കൊച്ചുവള ആൻറ്റിയിലേക്കോട്ട് ഞങ്ങൾ അരി ഇടിച്ചു. ഇതെൻ്റെ വലിയമ്മി. പിന്നെ നമ്മൾ പാല് തിളച്ച് പോയി. ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു കേട്ടോ. പാൽ അങ്ങനെ പാല് കാച്ചിലൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാവർക്കും പാലൊക്കെ കൊണ്ട് കൊടുത്താൽ കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ചേട്ടനാണ്, അതായത് എൻ്റെ പപ്പൻ്റെ പെങ്ങടെ മോൻ. എന്ത് ചെയ്യാനാന്ന് പറ, തമാശക്കാരൻ തന്നെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും കസേരയും ബെഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റാക്കുമായിരുന്നു. ഫുഡ് കഴിക്കണമല്ലോ, ഫുഡ് മുഖ്യം ബിഗിലേന്നാണല്ലോ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തി ഞാനും പതുക്കെ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലൊക്കെയാണ് കേട്ടോ. വിശന്ന് തുടങ്ങി. വിശന്നാൽ പിന്നെ എനിക്ക് പറ്റൂല, വിശപ്പിൻ്റെ അസുഖമുണ്ട്. അങ്ങനെ ഞാനും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് അഞ്ജലി. ഇവൾ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ഞങ്ങൾ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഒന്നിച്ചാണ് പഠിച്ചത്. ഈ കാണുന്നത് എൻ്റെ അമ്മയുടെ അനിയൻ്റെ മോളാണ് കേട്ടോ. അവളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഇരുന്നപ്പോഴത്തേക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പോകാനിറങ്ങി. ഞാൻ അവരെ യാത്രയാക്കിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് പപ്പേൻ്റെ ചേട്ടനും ബായ് വലിയപ്പ ഒരു ബായ് പറ. ആൻറ്റി ബായ് ബായ്. അങ്ങനെ ഞാൻ തിരിച്ച് ബാംഗ്ലൂർ പോകുന്നതിന് മുന്നേ അങ്ങോട്ട് വന്ന് നിൽക്കണം ഒരു ദിവസം എന്നാണ് ഈ പറയുന്നത് കേട്ടോ. പണ്ട് ഞങ്ങൾ ചെറുതിലെ എപ്പോഴും പോയി നിൽക്കുന്ന സ്ഥലമായിരുന്നു ഈ എൽസി ആൻറ്റിയുടെ വീട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകതരം തമാശയാണ്. ആൻറ്റി മാത്രം മതി സമയം പോകാനായിട്ട്. അങ്ങനെ അവരും യാത്ര പറഞ്ഞ് പോയപ്പോഴത്തേക്ക് എൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഇവരെ നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ, രാജു, കുട്ടു. അപ്പോൾ അവന്മാർ ഞാൻ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോഴേ മുഖം പൊത്തി. എന്നെ ഭയങ്കര പേടിയായി ഇവർക്ക് എല്ലാവർക്കും ഞാൻ വീഡിയോ എടുക്കുമെന്ന്.
അങ്ങനെ ഇതാ അവരും വന്നു. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ച് അവർ ഫുഡ് കഴിക്കാനിരുന്നു. എൻ്റെ ഫോണിൻ്റെ ക്യാമറ കാണുമ്പോഴേ മുഖം പൊത്തിയിരിക്കും ഇവൻ. അങ്ങനെ അവരും ഇതാ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ഞാനും കൂടെ അവരുടെ കൂടെ പോയിട്ട് പാലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി ഞാൻ എന്താ തിരിച്ചു പോകുന്ന ഞാൻ ട്രെയിനിൽ നിന്ന് യാത്ര പറ ഈ ലിങ്ക് നമുക്ക് കാണണം. നാളെ നിങ്ങൾ കാണണം. അതിലെനിക്ക് ലൈക്ക് ചെയ്യണം ഗൈസ്. അതെ, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ അടുത്ത് ഇതാ ഉച്ചയ്ക്ക് തന്നെ എത്താമെന്ന് പറഞ്ഞവന്മാരാണ് ഈ വൈകിട്ട് എന്നെ ട്രോളിക്കൊണ്ട് കയറി വരുന്നത് കേട്ടോ. എല്ലാവരും വരുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് വീഡിയോ എടുക്കലേ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെ എല്ലാവരും വന്ന് കുറേ നേരം സംസാരിച്ചിരുന്നു. എല്ലാവരും പോയി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.